സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബിൻസ് വ്ലോഗ്സ്. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. സാറൊന്നുമില്ല, ഞാൻ ഇത്ര നാൾ ഒരു വർഷത്തോളം യൂസ് ചെയ്ത എന്റെ മോട്ടോറോള G35 എന്ന് പറഞ്ഞ ഈ ഒരു ഫോണിന്റെ ചെറിയൊരു റിവ്യൂ ആണ്. ഞാൻ ഒരു വർഷം യൂസ് ചെയ്യുന്ന റിവ്യൂ ആണ് പറയുന്നത്. ഇതൊരു അൺബോക്സിങ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അൺബോക്സിന്റെ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഫോൺ. ഈ ഫോണിലാണ് ഞാൻ ആദ്യം വ്ലോഗ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അപ്പോഴും കണ്ടവർക്കൊക്കെ അറിയാം ഇതിന്റെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയാണെന്ന്. എന്നാൽ ഞാൻ സ്പെക്ക് പറയുകയാണെങ്കിൽ അതൊക്കെ സൈഡിൽ കൊടുത്തേക്കെ, ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇത്ര നാൾ യൂസ് ചെയ്തതില്ലെന്ന് പറഞ്ഞാൽ നല്ല ക്യാമറ ആണ്. ഫോട്ടോ എടുക്കാൻ കിട്ടിന്റെ ക്യാമറ ആണ്. നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എന്റെ വേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 10,000 രൂപ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വേറെ അങ്ങനെ 10,000 രൂപയുള്ള ഫോണൊന്നും ഇത്ര മികച്ചതായിട്ട് കണ്ടിട്ടില്ല. കാര്യം ഇതിന്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ മിക്ക ഒരു 10-15,000 രൂപ സാംസങ് ആയ പോലും 10,000 രൂപ ഫോണാണെങ്കിലും വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആയിരിക്കും. എന്നിട്ട് നല്ല ഡിസ്പ്ലേ ആണ്. ക്യാമറ പറയാമില്ല. കാര്യം ഫോട്ടോ എടുക്കാൻ നല്ല കിടിലമാണ്. പോർട്രേറ്റിൽ അങ്ങനെ സൂമിങ് ഒന്നുമില്ല. വീഡിയോ എടുക്കാനാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് അതിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഐഫോണിലുണ്ട്, അതിൽ വ്ളോഗ് എടുക്കും. ഇതിലിപ്പം മൈക്കായിട്ടാണ് യൂസ് ചെയ്യണത് ഈ ഫോണ്. മുട്ട ലുക്കാണ്, നല്ല ലുക്കാണ്. ഇതൊരു മാറ്റ് ഫിനിഷ്, പിന്നെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട്. ക്യാമറ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് നല്ല നൈസാണ്. ലോ ലൈറ്റിൽ ശോകമാണ്. ലോ ലൈറ്റ് തന്നെ നമ്മളിപ്പോ ഒരാളെ ഫോട്ടോ ഒക്കെ എടുക്കാണ്, ഓപ്പോസിറ്റ് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിടല ഫോട്ടോ എല്ലാം ഇട്ടു. ഞാൻ എന്റെ അമ്മേരെ 2-3 ഫോട്ടോ എടുക്കണം, അത് കാണിച്ചു തരാം. പിന്നെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഏത് ഫോണിലായാലും നല്ല ഫോട്ടോ ഇട്ടാൽ അതേപോലെ ഇതിലും കിട്ടും. ലൈറ്റ് കുറവാണെങ്കിൽ പാടാണ്. ഞാൻ മെയിനായിട്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നുള്ള സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല ഫോണാണ്. 10,000 രൂപയ്ക്ക് നിങ്ങളിപ്പം കൊച്ചു പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാൻ, ഒരു 9-10 ക്ലാസ്സിലുള്ള പയ്യന്മാർക്കൊക്കെ മേടിച്ചു കൊടുക്കാനായാലും, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ, എല്ലാത്തിനും നല്ല ബെസ്റ്റ് ഫോണാണ്. എന്റെ ഫസ്റ്റ് ഫോണായിരുന്നു. കിടില ഫോണാണ് മോട്ടറോള. കുറെ കളിയാക്കലും ഉണ്ടായിരുന്നു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ മോട്ടറോള അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൂടാ ഈ കമ്പനി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ കമ്പനി നടന്ന സംഭവം. പിന്നെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. ആദ്യമൊക്കെ നല്ലൊരു ബാക്കപ്പ്, പിന്നെ അത്രയ്ക്ക് വലിയ ഇതില്ല. ഇപ്പോഴൊന്നും വലുതായിട്ട് ബാറ്ററി ബാക്കപ്പ് ഇല്ല. നിൽക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. രാവിലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ തന്നെ രാവിലെ 100 വെച്ചു. ഞാൻ 100 ആക്കാറില്ല. മാക്സിമം നമ്മളൊരു ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 to 80, 50 to 80% ആണ് ഏറ്റവും നല്ലത്. ഞാൻ മാക്സിമം ആ ഒരു ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്റെ അടുത്ത് 2-3 പ്രാവശ്യം ഒരു 10-13 സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആയി അത്രയും ചാർജ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നല്ല ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഈ ഇടയായിട്ട് കുറച്ച് ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ സമ്മർ കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. ഐഫോണും ഹീറ്റ് ആവുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഹോട്ട്സ്പോട്ടൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ പറയാ വേണ്ട, വെയിലത്ത് വേണമെങ്കിൽ പറയാ വേണ്ട, ഭയങ്കര ഹീറ്റിംഗ് ആണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈ ഫോൺ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല കാര്യങ്ങൾ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞുതരാം. ക്യാമറ, ഫോട്ടോ എടുക്കാൻ കിടിലാണ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. മുട്ട ലുക്കാണ്, നല്ല ലുക്കാണ്. അങ്ങനെ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണെന്ന് പറയില്ല. അത്രയും വില കുറഞ്ഞ ഫോണാണെന്ന് ആരും കണ്ടാൽ പറയില്ല, അത് ഉറപ്പാണ്. എനിക്ക് എന്റെ അടുത്തും അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല അത്ര. പിന്നെ വെയിറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയും വലിയ സ്പെക്കൊന്നും എനിക്ക് അറിഞ്ഞാൽ. ഞാൻ ഒരു വർഷത്തോളം യൂസ് ചെയ്തിട്ടുള്ള എന്റെ റിവ്യൂ ആണ് പറയുന്നത്. എത്രത്തോളം നല്ലപോലെ എനിക്ക് റിവ്യൂ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ബാക്കി ഫോണിലെടുത്ത ഫോട്ടോസും വീഡിയോസും ഞാൻ സൈഡിൽ കാണിച്ചു തരാം. നല്ല ഫോണാണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ. പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ മറന്നു. ഈ ഫോണില് സർവീസ് ശോകമാണ്. കാര്യം മോട്ടോറോളയുടെ സർവീസ് സെന്റർ തന്നെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അതിവിടെ കുറവാണ്. ട്രിവാൻഡ്രത്ത് തന്നെ കരമന ഭാഗത്തേ ഉള്ളൂ. അത്രയും ദൂരെ പോകണം. വേറെ സ്ഥലങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, വേറെ അടുത്തും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഞാൻ ഈ ഫോൺ ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ സ്പെക്കൊക്കെ അറിയാവുന്നവർക്ക്, ഞാൻ അറിയേണ്ടവർക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസും വീഡിയോ സാമ്പിൾസ് എല്ലാം കാണിച്ചു തരാം. പിന്നെ ഫോണിനെ കുറിച്ചൊന്നും പറയല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ലുക്കാണ്, സാധനം സെറ്റാണ്. മേടിക്കേണ്ടവർക്ക്, വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.